ഇന്ത്യയുടെ പ്രതികരണം ഏത് സമയത്തും ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ തന്ത്രപരമായി മാത്രമാണ് ഇന്ത്യ ഇടപെടുന്നത്. ഇന്ത്യൻ മിലിറ്ററി ഉചിതമായ സമയത്ത് തന്നെ പാകിസ്ഥാനുള്ള മറുപടി കൊടുക്കും. എന്നാൽ പലരും അക്ഷമരായിട്ടിരിക്കുകയാണ്. അതായത് പെട്ടെന്ന് വേണം, നമുക്കിവിടെ കിടന്നങ്ങ് ധൃതി വെച്ചാൽ മതിയല്ലോ. ഇതൊക്കെ അങ്ങനെ ഓടിപ്പോയി ചെയ്തിട്ട് വരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആദ്യം എല്ലാവരും അതൊക്കെ മനസ്സിലാക്കണം. കാരണം എനിക്ക് തോന്നുന്നു പുൽവാമയിലെ ആ സംഭവത്തിന് ശേഷം 12 ദിവസം കഴിഞ്ഞാണ് ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്നത്. ഒക്ടോബർ 7 ബന്ധപ്പെട്ട് ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നതിനും സമാനമായ കാലതാമസം ഉണ്ടായിരുന്നു. അതുപോലെയുമല്ല ഇത് രണ്ട് ആണവ രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ വളരെ തന്ത്രപരമായി മാത്രമാണ് നമുക്ക് ഇടപെടാൻ കഴിയുക. എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അങ്ങോട്ട് പോയി ആക്രമിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു യുദ്ധത്തിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടി കഴിഞ്ഞാൽ, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ എടുത്ത് ചാടി കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മുടെ സൈന്യം ഉചിതമായ സമയത്ത് വേണ്ടത് ചെയ്യും. മറ്റൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒപ്പം നമ്മുടെ ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യുന്ന കാര്യം കൂടിയാണ്. വേറൊന്നുമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു ഇന്റർനാഷണൽ മീഡിയയുടെ അടുത്ത് പറഞ്ഞത്, കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ ഈ ഡേർട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭീകരവാദികളെ സഹായിച്ചിട്ടുണ്ട്. അത് അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ബ്രിട്ടന് വേണ്ടി ചെയ്തിട്ടുണ്ട്, വെസ്റ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തുറന്നു പറച്ചില് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ നടത്തിയത് ഇന്ത്യ UN കൊണ്ടുവന്നു. UN ഇന്ത്യ അത് ഉയർത്തി കാണിക്കുകയും അത് പാകിസ്ഥാന് വലിയ നാണക്കേടാവുകയും ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമം, അൽ ജസീറ പ്രധാനമായിട്ടും ഖത്തറിന്റെ ഫണ്ടിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ മാധ്യമമാണ്. സോ അവര് ഒരു വാർത്ത എഴുതിയിട്ടുണ്ട്, കാശ്മീർ അറ്റാക്ക് എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ആക്രമണങ്ങളുടെ ഒരു ചരിത്രം. എന്നിട്ട് അവർ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ എന്ത് സംഭവിച്ചു, എന്താണ് ഇതിന്റെ കാരണങ്ങൾ, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇന്ത്യ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇന്ത്യ നേരത്തെ നടത്തിയിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ, അല്ലാതെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസ്, ഇതിനെക്കുറിച്ച് എല്ലാം അവർ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇന്ത്യയുടെ ഹിസ്റ്ററി, ഇന്ത്യ പാകിസ്ഥാൻ ഫൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററിയും ഇന്ത്യ പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ചരിത്രങ്ങളെക്കുറിച്ചും അവർ പറയുന്നുണ്ട്, യുദ്ധങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട്. അതിന് കാരണം ഇപ്പോൾ ഇന്ത്യയിൽ പാക് അധീന കാശ്മീർ ഈ ഘട്ടത്തിൽ തിരിച്ചു പിടിക്കാനുള്ള ആവശ്യം ശക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാനമായിട്ട് ഇന്ത്യ മുൻകാലങ്ങളിൽ സിയാച്ചിൻ മേഖലയിൽ ഉൾപ്പെടെ പാകിസ്ഥാനെ തുരത്തി സ്വാധീനം നേടിയിട്ടുണ്ട് 1984 എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇത്തരത്തിലുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അവിടെ 1947 എന്താണ് സംഭവിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. നമുക്കറിയാലോ, അൽ ജസീറ എന്ന് പറയുന്നത് ഒരു ഇന്ത്യ വിരുദ്ധത എപ്പോഴും പറയുന്ന ഒരു മാധ്യമമാണ്. അവരങ്ങനെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമമൊന്നുമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട്. പാകിസ്ഥാനെ പലപ്പോഴും നേരിട്ടും അല്ലാതെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമം കൂടിയാണ്. പക്ഷേ ചില സമയത്ത് അറിഞ്ഞോ അറിയാതെയോ സത്യങ്ങൾ പുറത്തു വരും. അതായത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് 1947, ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് 1947 എന്താണ് സംഭവിച്ചത് എന്നതാ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയതിനു ശേഷം 1947 ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്നും പാകിസ്ഥാന്റെ സായുധ സംഘങ്ങൾ കാശ്മീരിലേക്ക് അധിനിവേശം നടത്തി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അധിനിവേശം എന്ന വാക്ക് അവരിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അധിനിവേശം നടത്തി എന്ന് അവരിതാ പറഞ്ഞിരിക്കുകയാണ്. ഈ ഇൻവേഡഡ് എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതായത് ജമ്മു കാശ്മീർ പാകിസ്ഥാന് അവകാശപ്പെട്ടതല്ല. ഇവിടെ അൽ ജസീറ തന്നെ പറയുന്നുണ്ട് അവർ അധിനിവേശം നടത്തിയതാണ് എന്ന്. മാത്രമല്ല തുടർന്ന് പറയുന്നുണ്ട്, ജമ്മു കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു, അവിടെ രാജാവുണ്ടായിരുന്നു, ഹരിസിംഗ് എന്ന് പറയുന്ന രാജാവാണ് ഭരണം നടത്തിയിരുന്നത്. ഈ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടി 1947 ഏതാണ്ട് 2 മാസം കഴിയുമ്പോൾ പാകിസ്ഥാൻ അധിനിവേശം കാശ്മീരിലേക്ക് നടത്തുന്നത്. ഹരിസിംഗ് രാജാവ് ഉടനെ തന്നെ ഇന്ത്യയുടെ സഹായം ചോദിച്ചു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാം എന്ന് ഹരിസിംഗ് രാജാവ് സമ്മതിക്കുന്നു. തുടർന്ന് ഇന്ത്യ സഹായത്തിനായിട്ട് വരുന്നു. 1949 ഒരു വെടിനിർത്തൽ കരാറോട് കൂടിയിട്ടാണ് യുദ്ധത്തിന് താൽക്കാലികമായ അവസാനമുണ്ടാവുന്നത്. പക്ഷേ അപ്പോഴേക്കും കാശ്മീരിന്റെ കുറെ ഭാഗങ്ങൾ പാകിസ്ഥാന്റെ കയ്യിലും ബാക്കി ഭാഗങ്ങൾ ഇന്ത്യയുടെ കയ്യിലുമായി കഴിഞ്ഞിരുന്നുവെന്നും ഇവിടെ പറയുന്നുണ്ട്. അതായത് ഹരിസിംഗ് രാജാവ് ലയിക്കാൻ തീരുമാനിക്കുന്നത് ഇന്ത്യയിലാണ്. ജമ്മു കാശ്മീർ ഇന്ത്യയിൽ ലയിക്കുന്നു എന്ന് തീരുമാനിക്കുന്നതോടെ ആ പ്രദേശങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടേതായിട്ട് മാറുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ അധിനിവേശം നടത്തി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ നോർമലി ചിന്തിച്ചാൽ അത് ഇന്ത്യയുടേതാണ്. അപ്പൊ ഇത് അൽ ജസീറ കൂടി തുറന്ന് പറയുകയാണ്. അറിഞ്ഞാണോ അറിയാതെയാണോ എന്നറിയില്ല, പാകിസ്ഥാൻ നടത്തിയത് അധിനിവേശമാണ്. ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള കുറെ ആളുകൾക്ക് പോലും, നമ്മുടെ കേരളത്തിൽ പോലും സാമാന്യ ചരിത്രബോധമില്ലാത്ത ആളുകൾ പറയുന്നുണ്ട് കാശ്മീരികളുടേതാണ് കാശ്മീർ, അത് അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നവർ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം,
നമ്മുടെ നിയമസഭയും സെക്രട്ടേറിയറ്റും ഒക്കെ ഇരിക്കുന്ന, രാജ്ഭവനും ഒക്കെ ഇരിക്കുന്ന, മുഖ്യമന്ത്രി താമസിക്കുന്ന വസതി ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം. ഈ തിരുവനന്തപുരം ഇന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഭാഗമാവുന്നതും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവുന്നതും സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള അന്നത്തെ നേതാക്കളുടെ മിടുക്കുകൊണ്ടാണ്. കാരണം തിരുവിതാംകൂർ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ രാജാവിന് സ്വതന്ത്ര രാജ്യമാകണമെന്നായിരുന്നു. പക്ഷെ അവസാനം അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തിട്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ അന്ന് നടന്നിട്ടുണ്ട്. ചിലപ്പം തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന കുറെ ആളുകൾക്ക് ചിലപ്പോൾ സ്വന്തം രാജ്യമാകണമെന്ന് അന്ന് ഉണ്ടായിരുന്നു കാണും, അല്ലെന്നുണ്ടെങ്കിൽ രാജാവിനുണ്ടായിരുന്നു കാണും. പക്ഷെ അന്തിമമായിട്ട് ഒരു ഡീല് ഉണ്ടായിക്കഴിഞ്ഞാൽ, കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് പിന്നെ ഫൈനൽ. പിന്നെ അതിന് മുമ്പ് പറഞ്ഞതും അതിന് ശേഷമൊന്നും വേറെ ഇല്ല. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാണ്, അത്ര തന്നെ. ആ തിരുവിതാംകൂറിൽ ഇരുന്നുകൊണ്ട് വരെ പലരും പറയുന്നുണ്ട് കാശ്മീരികളുടെ അഭിപ്രായത്തിന് വില കൊടുക്കണമെന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റുകളും മറ്റുമൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1947 ജമ്മു കാശ്മീർ രാജാവ് ഹരിസിംഗ് എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ യൂണിയനിലാണ് ലയിച്ചത്, പാകിസ്ഥാനിലല്ല. അപ്പൊ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന കശ്മീരിന്റെ ഭാഗങ്ങൾ അധിനിവേശം നടത്തി വെച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ഇത് തിരിച്ചും മറിച്ചും തലകുത്തിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അൽ ജസീറ വരെ സത്യം പറഞ്ഞു. കാരണം എന്താണ്? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പഷ്ടമായിട്ട് ലോകമാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, അവർ അധിനിവേശമാണ് നടത്തിയത്. അദ്ദേഹം ചരിത്രം പറഞ്ഞു. ഇത്രയും കാലം ഒരു പ്രശ്നം എന്തായിരുന്നറിയോ? ഈ ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ്. ഈ ചരിത്രം ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല, സോഷ്യൽ മീഡിയ ഇല്ല. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വന്നു. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ള ചരിത്ര രേഖകൾ കള്ളം പറയില്ലല്ലോ. അത് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് നേരെ നമുക്ക് മുഖം തിരിക്കാൻ കഴിയുന്നത്? അപ്പൊ കാശ്മീർ പാകിസ്ഥാന്റേതാണെന്ന് അവർ UN പോയി പറഞ്ഞാൽ ഇന്ത്യ ചരിത്ര രേഖ എടുത്ത് മുമ്പിലോട്ട് വയ്ക്കുക മാത്രമല്ല, ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യും. ഈവൻ പാകിസ്ഥാനികൾ വരെ ചിന്തിക്കും എന്താണ് 47 നടന്നത് എന്ന്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് രാജാവ് ലയിച്ചത് ഇന്ത്യൻ യൂണിയനിലാണ്. പിന്നെ എങ്ങനെയാണ് കാശ്മീരിൽ പാകിസ്ഥാന് അവകാശം ഉണ്ടാവുന്നത്? ഇസ്ലാമിക രാജ്യങ്ങൾ പോലും സത്യം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഓൾറെഡി UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാശ്മീർ വിഷയത്തിൽ കൺവിൻസ്ഡ് ആണ്, അവർ ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി ഇസ്ലാമിക രാജ്യങ്ങൾ കാശ്മീർ വിഷയത്തിൽ കൺവിൻസിങ് ആയിട്ടുണ്ട്. കാരണം അവരുടെ മുമ്പിലേക്ക് ഇന്ത്യ എവിഡൻസ് വെച്ചിട്ടുണ്ട്. ആ എവിഡൻസ് അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. എല്ലാ രാജ്യങ്ങളിലും വിഘടനവാദമുണ്ട്. ഇവിടെയും മറ്റേ DMK ഒക്കെ പോലുള്ള പാർട്ടികൾ നടത്തുന്ന വിഘടനവാദമൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഡോക്യുമെന്റ്സ് വളരെ പ്രധാനമാണ്. എഗ്രിമെന്റുകളാണ് സംസാരിക്കുന്നത് ഇവിടെ. അപ്പോ ഇത് വളരെ നല്ലൊരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് അൽ ജസീറ. അറിഞ്ഞോ അറിയാതെയോ അവർ പോലും സത്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എഴുതുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.